എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവ് ഇവിടെ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 111 രൂപയ്ക്ക് നമ്മൾ മേടിച്ച ഒരു കൈതച്ചക്ക, ഒരു പൈനാപ്പിൾ കീറിയപ്പോൾ അത് ഭയങ്കര ദയനീയമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ വിഷമം തീർക്കാൻ ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചീത്തയായി പൂഞ്ഞ പൈനാപ്പിൾ ആരെന്നോ പൈനാപ്പിൾ നിന്നെ ആരായാലിട്ടേക്കുന്നേ? മേളിൽ ഇരുന്നിട്ട് അടിക്കേണ്ടി വരും. എന്നാ ഏണി എടുത്തിട്ടാ മതി. എൻ്റെ പൂക്കൾ കാണിച്ചു തരാം. ഇവർ പുൽക്കൂടിന് വേണ്ടിയിട്ട് കുറച്ച് പൂവൊക്കെ പറിച്ചു, അതിൽ സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇതിൻ്റെ പകുതി കമത്തി കളഞ്ഞല്ലേ. ഇത് ഈ ഒരു കളറ്, പിന്നെ ഇതാ ഈ ഒരു കളറ് നിറച്ച് മൊട്ടുണ്ട്, പിന്നെ നല്ല വെള്ള ഡാലി. ഇതെല്ലാം നമുക്ക് സീതത്തോട് കൊണ്ടുപോയി വെച്ച് നോക്കാം, പിടിക്കുമോയെന്ന് അറിയത്തില്ല. പിന്നെ ഏതൊക്കെയോ കളർ ഇതാ ഇവിടെ കളിച്ച് വരുന്നുണ്ട്. ഇതേ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഇല, പിന്നെ ഈ പൂവ്. അത് പറിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, പുൽക്കൂടിന് വേണ്ടി പറിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിറയെ ഉണ്ടായിട്ടുണ്ട്. അതിന് ചോറെടുക്കട്ടെ. സമയം 2-3 മണി. ഇവിടെ രണ്ടുപേരുടെ ടി വി കാണുന്നു. ഇല്ല രസമോ. ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ജീരകശാല അരി വെച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അമ്മ അലക്കിയിട്ട മാസ്കാ. വായി വെക്കല്ലേ. ആ ചിമ്പം പോലും ഇങ്ങനെ വായി വെച്ചോണ്ട് നടക്കത്തില്ല. കിടൂന് എന്തിൻ്റെ മണമാ കിടു കിട്ടിയേ? എന്ത് മണമാ? ബിരിയാണി. നിനക്കെങ്ങനെ ഈ മണം മനസ്സിലായേ? ഇതേ മേത്തെ ചെളി കാണിച്ചു തരാവേ. ഇതൊക്കെ കളിക്കാൻ പോയതാ. ഇതിനെ ഇനി അലക്കിയെടുക്കണം. ചിക്കൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വൈകുമ്പോഴത്തേക്ക് മതി, അതുകൊണ്ട് പതുക്കെ ആയാൽ മതി. നീ എന്താ ചീട്ടെടുക്കാൻ തത്തയോ? എവിടെ പോയതാ? ഇതെവിടെ ഇത്രയും ചീട്ട്? എന്താ ഐസ്ക്രീം കൂടെ വാങ്ങിയേക്കാം. ബുദ്ധിമുട്ടാവത്തില്ലേ താങ്കൾക്കത്? അത് മതി. അപ്പോൾ പോപ്കോൺ വേണ്ടേ? വേണ്ട. ഐസ്ക്രീം എന്നിട്ട് നമുക്ക് ചുമയ്ക്കാം. വേണം. മ്യാവനും മോനും കൂടെ എവിടെ പോവാ? എവിടെ പോവാ? ഞാനേ കിടു നിർമ്മലാമ്മ, പിന്നെ നമ്മുടെ 2 ലച്ചു വല്ല വിച്ചു രമ്യ, അപ്പുറത്തുള്ള 2 പേരാ. ഞങ്ങൾ 5 പേര് കൂടെ സിനിമയ്ക്ക് പോകണം. നിവിൻ പോളിയുടെ പടത്തിന്. കുഴപ്പമില്ല, അടുത്ത ദിവസം എല്ലാം എടുക്കാം. ഇത് വാഴപ്പോള കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. എന്ത് ഭംഗിയായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. പുൽപ്പള്ളി ഉത്സവമാണ് ഇന്ന്. കൊടിയേറ്റ് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലുണ്ട് മോഹിനിയാട്ടി. പറഞ്ഞ എങ്ങനെയാന്ന് പറ. വീഡിയോ അപ്പൊ കേട്ട് നോക്കട്ടെ. ഇനി മുതല് ഫോൺ കണ്ട കണ്ണടിച്ചു പോകും. ഇനി കൊച്ചു ടി വി ഫോണും ഇല്ലെന്ന്. ഇനി മുതൽ കൊച്ചു ടി വി ഫോണും കാണത്തില്ല. മോന് വേണ്ട. മറ്റേ സിനിമ മാത്രമേ കാണൂ തിയേറ്ററിൽ പോയിട്ട്. അല്ലാണ്ട് ഫോൺ എടുക്കത്തില്ല. ഇല്ല. ടി വി കൊച്ചു ടി വി കാണാൻ കരയത്തില്ല. നാളെ അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാവേ. നല്ല കുഞ്ഞായെന്നാണോ പറയുന്നത്? കാരണം എന്താ ടി വി ഫോൺ കാണാത്തെ? കണ്ണടിച്ചു പോകും. അന്ന് ആര് പറഞ്ഞു? വേണ്ട. അയ്യേട്ടാ, നീന്റെ കണ്ണടിച്ചു പോകുന്നതുകൊണ്ട് നീ കാണാതിരിക്കും. ഞാനെന്തിനാ കാണാതിരിക്കുന്നേ? നീ കാണരുത്. നീ പറഞ്ഞതാ നീ കാണത്തില്ലെന്ന്. ഞാൻ തിരിച്ച് കാണും. വേണ്ട, നീ കാണണ്ട. കാണണ്ട. നമ്മളിപ്പോ എവിടെയാ ഉള്ളേ? ഉത്സവപ്പറമ്പിലാണോ ഈ കിടക്കുന്നത്? ആണോടാ? നീ ഉത്സവപ്പറമ്പിലായിരിക്കും. ഞാൻ എൻ്റെ കുഞ്ഞാവൻ്റെ വീട്ടിലാണ്. നമ്മൾ എന്തിനു വന്നാ?
അപ്പം 4-ാം തീയതി ഉത്സവം. നാളെ 3-ാം തീയതി നമ്മൾ പൂപ്പൊലി കാണാൻ പോകും. കഴിഞ്ഞ പൂപ്പൊലിയും കിടു വന്നിട്ടുണ്ടായിരുന്നല്ലോ. കുറേ ചെടികളൊക്കെ ഉണ്ട്, പാർക്കുണ്ട്, കുറേ ഭക്ഷണമൊക്കെ ഉണ്ട്, പോപ്കോണും ഒക്കെ ഉള്ളൊരിടം, മറ്റേ പാനിപ്പൂരിയൊക്കെ കിട്ടുന്ന കടയൊക്കെ ഉണ്ട്. അച്ചാച്ചിക്ക് കുറേ വിത്തുണ്ട്, കുറേ കൃഷി സാധനങ്ങളും പൂക്കളൊക്കെ ഒരുപാടുള്ള പൂപ്പൊലി. കിടുമ്പം വന്ന കഴിഞ്ഞ വർഷം ഹെലികോപ്റ്ററിൽ കറങ്ങുന്നവരാണല്ലേ ഫങ്ങടങ്ങുന്നത്. ചക്കയെന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയുന്നത് നിനക്ക് നിന്റെ അപ്പനും ഉള്ളതാ. ചക്കെന്ന് പറയുമ്പോ കൊക്ക്. ചക്ക കൊക്ക്. ചക്കയല്ല ചക്ക്. ചക്ക ചക്ക്. എനിക്ക് ചക്ക. എനിക്ക് ചക്ക. എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞു. എല്ലാവർക്കും എന്ത് ഗുഡ് നൈറ്റ്. എന്തൊരു പാവോ. നേരം വെളുത്താൽ പിന്നെ വൈകിട്ടാണ് ഇതിനെ ഒന്ന് കൈ കിട്ടുന്നത്. കഴിക്കാൻ മാത്രം പിടിച്ചിരുത്ത് എന്തെങ്കിലും കൊടുക്കും, പിന്നെ ഓട്ടോ. കൂട്ടുകാരുടെ കൂടെ കളി തന്നെ കളി. ഇവിടം വിട്ട് വരുന്നില്ലെന്നാ പറയുന്നത്. എനിക്ക് വീഡിയോ കുറേ സമയമായി. ഓഫ് ചെയ്തേ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ന് ഞങ്ങൾ പൂപ്പൊലിക്ക് പോകുന്നുണ്ട്. പൂപ്പൊലി ഇവിടെ അമ്പലവയലാണ്. പൂക്കളുടെ ഒരു എന്താ പറയുന്നത്, ഒരു ഉത്സവം എന്ന് തന്നെ പറയാം. നമ്മളപ്പം ഞാൻ പോകുന്നതിന് മുന്നായിട്ട് പാചകത്തിലാണ്. അപ്പോൾ ഇവിടെ സാമ്പാർ ആയിക്കൊണ്ടിരിക്കുന്നു, മുരിങ്ങയ്ക്ക സെപ്പറേറ്റ് വേവിക്കുന്നു, മീൻകറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ പരിപാടിയായിട്ട് ചോറായിട്ടുണ്ട്. കിടു അപ്പുറത്ത് കളിക്കാൻ പോയിക്കോ. കുറേ ആയി. അവന് കളി മാത്രമല്ല ഉള്ളൂ. കുഞ്ഞാവ് ടൗണിൽ പോയിട്ട് ഇപ്പോൾ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ എവിടെയും ഉണ്ട്. ഞങ്ങളങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുന്നു. സന്തോഷം. ഞങ്ങൾ 2 ദിവസത്തിൽ തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ അമ്മ ഉണ്ടാവും. ഇവിടുന്ന് അമ്മ നിർമ്മലാമ്മയുണ്ട്, അതായത് കുഞ്ഞാവിൻ്റെ അമ്മ, പിന്നെ ഉഷാമ്മ 2 പേരെയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് ദിവസം അമ്മ അവിടെ ഉണ്ടാവും. അപ്പോൾ അമ്മയുടെ ആടിനെയൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞാവ് സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പെട്ടിയാണ് കുഞ്ഞാവിൻ്റെ സ്കൂൾ പെട്ടി. പണ്ട് ഒത്തിരി പിള്ളേർ സ്കൂളിൽ കൊണ്ടുവരുമായിരുന്നു ഈ സാധനം. അതിൽ പെയിൻറ്റ് ഒഴിച്ച് വെച്ചേക്കോ, പെയിൻറ്റ് അടിക്കാൻ. കുഞ്ഞാവിൻ്റെ പെട്ടി കൊള്ളാലോ. അതിൻ്റെ ബാക്കി എന്തിയടാ? കിടു പോയിട്ട് ഇപ്പം 4 മണിക്കൂറായി. എൻ്റെ കൂട്ടുകാരിയുടെ അവളുടെ കുടുംബ വീട്ടിലോട്ട് പോയതാ. വിളിച്ചാൽ വരത്തില്ല, നോക്കിക്കോണം. ഇപ്പോൾ എന്തൊക്കെ നമ്പർ, എന്തൊക്കെ അടവ് പറയുമെന്നുള്ളത്. ചോറും കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. പിന്നെ വിശന്ന ഏത് വീട്ടിലായാലും അവൻ ചോദിക്കും കേട്ടോ. ആര് വീട്ടിൽ വന്നാലും അവൻ കഴിക്കാനും കൊടുക്കും, അതുപോലെ ഏത് വീട്ടിൽ പോയാലും അവൻ കഴിക്കുകയും ചെയ്യും. ഇവിടുന്ന് കുറച്ച് മേളിലോട്ട് നടക്കണം. ഞങ്ങൾക്ക് പൂപ്പൊലിക്ക് പോകാൻ സമയമായി. ചെക്കനെ കാണുന്നില്ല. ഈ കയറ്റം അത്രയും കയറി ചെല്ലണം. നീ ഉറങ്ങിപ്പോയെന്നറിയത്തില്ല. ഭയങ്കര കുരുത്തക്കേടായിക്കൊണ്ടിരിക്കുക. ഓടിച്ചിട്ട് പിടിക്കണം അവനെ. കഴിക്കണമെങ്കിൽ, കുളിപ്പിക്കണമെങ്കിൽ, എല്ലാത്തിനും. അയ്യോ അയ്യ. ഇവൻ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കളിച്ചാൽ പോരെ. ചെരുപ്പിടിയിൽ കാല് മൊത്തം മുള്ളുകൊണ്ട് കാല് തട്ടി മുറിഞ്ഞ് അവന് ചെരുപ്പിടത്തില്ല. എന്നാലോ മുറിയോ എല്ലാം ചെയ്ത് അന്നേരം ഒരു ഇല കുറച്ചൊരു തൂപ്പുണ്ട്. എന്നിട്ട് ഒരു മരുന്നായെന്ന്. നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച കേൾക്കത്തില്ലേ, ഒരിക്കൽ കാണിച്ചു കൊടുത്താൽ അതിൽ പിന്നെ ഇങ്ങനെയാ. കിടു എന്തിയടാ? അയ്യോ ഡാ വാടാ. പൂപ്പൊലി കാണാൻ പോണ്ടേ? അവിടെ ഇരിക്കുവല്ല, പോവുക. ഇവരെല്ലാം പോവും. ഇന്നും എന്തിയേ? കൂട്ടനോ? കിടുവാ. ഇന്ന് ഷൂ ഒക്കെ ഇട്ടോണ്ടാണ് ഇറങ്ങിയേ. കിടു വരാൻ. നീ വരുന്നുണ്ടോ? ഡാ വരുന്നുണ്ടോ? നിന്നെ ഇട്ടേച്ച് ഞാൻ പോയില്ലേ ഇപ്പം. അടുത്ത വടി എടുക്കുന്നതായിരിക്കും നല്ല. നീ വരുന്നില്ലേ താഴോട്ട്? വടി. കിടുവിൻ്റെ കൂട്ടുകാരി ഇവളെ കൂടെ വിളിച്ചോണ്ട് വാ, നമുക്ക് വാ. നീ വിളിച്ചാൽ വരും. നീ വിളിച്ചു നോക്ക്. നീ വിളിച്ചു നോക്കിയോ? ഞാൻ വിളിച്ചു നോക്കി. എവിടാ കിടു? ഞാൻ അടിക്കും. ഞാൻ ഇവരുടെ മുന്നേ വെച്ച് എന്നെ കരഞ്ഞിട്ട് ഞാൻ എടുത്തോണ്ട് പോകും. ഞാൻ നിന്നെ ചാടില്ല. അപ്പൊ വല്ലപ്പോഴും ഇല്ലേ അടിക്കത്തുള്ളൂ. ഇവിടെ തലയിലിട്ടിട്ട് ഞാൻ പോയി. ഞാൻ എല്ലാരും നോക്കുന്നു. ഈ പന്നച്ചെറുക്കൻ എന്തിനാ കരയുന്നതെന്ന്. മുഖത്ത് അഴുക്ക് നോക്കിയേ. ഇവനും പിള്ളേരും കൂടെ കളിച്ചാ ഇതും കൂടെ ഒന്നും ദേഹത്തും മുഖത്ത് ഉടുപ്പലും ചെളിയാവത്തില്ല.
ഇവൻ മാത്രമേ മണ്ണിലിട്ട് ഉരുട്ടിയ പോലെ ഇരിക്കും. നിന്റെ കാലിലെന്തുവാ? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര നേരമായി? നടന്നേ ഇനി അങ്ങോട്ട്, എനിക്ക് എടുക്കാൻ വയ്യ. അടിക്കും. കൊരങ്ങൻ കുഞ്ഞിങ്ങനെ കയറിയിരിക്കുന്നേ തള്ളക്കൊരങ്ങിൻ്റെ അടുത്ത്. ആഹാ, ഇങ്ങോട്ട് വരുമ്പോ ചോറുണ്ടാ പോരാ. അതിനെന്തിനാ കരയുന്ന? എന്തിനാ പൂപ്പലിക്ക് വരുന്നോ? നമുക്ക് എന്താ മേടിച്ചു തരുന്നേ അപ്പയ്ക്ക്? അങ്ങനെ പറയല്ലേ, കയ്യിൽ 20 രൂപ ഉണ്ടല്ലോ. അപ്പയ്ക്ക് എന്താ മേടിച്ചു തരുന്നേ? വരുന്നോ? എന്നാ ബാ. കണ്ടോ, അവൻ അവിടെ എത്തി. കണ്ടോ, കൂടെ നിന്നവൻ അവിടെ എത്തി. ബാ, മുറിഞ്ഞോ മുനവാവല്ലോ? ഇതെങ്ങനെ ഈ ചുണ്ടിന്റെ ഇവിടെ എങ്ങനെ മുറിഞ്ഞേ? ചോരക്ക എന്തുവാ? അത് തിന്ന വായിലിട്ടോ? അതാണ് ഈ മുഖം മൊത്തം ചുമന്നിരിക്കുന്നേ. നീനോട് ഈ ചോരക്കൊക്കെ എടുത്ത് മോന്തയ്ക്ക് തൂക്കാൻ പറഞ്ഞേ. തക്കാളി എടാ, തക്കാളി ഇരിക്കുന്നുണ്ടോ ഇടൂ? ഇവിടെ പോയി അവള്? അവള് പോകത്തൊന്നുമില്ല, അവള് നിന്നെ തപ്പി നടപ്പുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. മോനെ, പൊന്നുമോനെ കുളിച്ചിട്ട് അപ്പൊ ചോറ് വാരിത്തരും. ചോറ് വാരിയിട്ട് നമ്മൾ കളിക്കാൻ പോവല്ലോ. പിന്നെങ്ങനെ നീ ഇപ്പൊ കളിക്കാൻ പോയേ? നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഒന്ന് കരഞ്ഞെങ്കിലും ചോറൊക്കെ ഉണ്ട്. ശുണ്ടറിനായി കുളിയും കഴിഞ്ഞല്ലേ. കുളിച്ചു, ചോറുണ്ടു, ഉടുപ്പിട്ടു, ക്രീമിട്ട്. പൂപ്പലിക്ക് പോകാറാകുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഉടുപ്പിടും അല്ലേ? അതുവരെ ആണോ? ബോബ് പാൻ്റ് ഇടണം. നിക്കറിട്ട് പോയാൽ ഭയങ്കര തണുപ്പാ. തിരിഞ്ഞു നോക്കി. അപ്പം നോക്കട്ടെ. മുടുക്കനായി. കരിയെല്ലാം പോയി സുന്ദരനായി. ഇപ്പം എന്തോ ചെറുക്കനാ? നല്ല ചെറുക്കൻ. ഇനി ഞാൻ കുളിക്കണം. അതിന് മുന്നേ ഒരു സന്തോഷ വർത്താനം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഉണ്ടപ്പൻ്റെ അച്ഛനമ്മ, അമ്മൂൻ്റെ അമ്മ, പിന്നെ നമ്മുടെ തന്നെ കുറേ റിലേറ്റീവ്സ് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീട് നിറച്ച ആൾക്കാരായിരിക്കും. എല്ലാവരും ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പോവാം. കുളിച്ച് റെഡിയായിട്ട് വേണം പോവാൻ. അതിലെ വെട്ടി വറക്കണം. ഇനിയിപ്പോൾ വേണ്ടമേ, ഒരു മീനൊന്നും പിള്ളേർ കഴിക്കില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരു വീട് നിറച്ച് വിരുന്നുകാർ വരുന്നുണ്ട്. നമ്മുടെ വീടിന്ന് ഡോർമെട്രി പോലെയാണ്. വീട് നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ, ഇപ്പം ഞങ്ങൾ താഴത്തിന് പോയി കഴിഞ്ഞാൽ, താഴത്തല്ല പൂപ്പലിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വരുമ്പോൾ ഒത്തിരി രാത്രിയാവും. അതുകൊണ്ട് അത്താഴത്തിനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കും. ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തുനിന്ന് കഴിക്കാൻ നിന്നാൽ ഒത്തിരി പൈസയാവും. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അമ്മ പെട്ടെന്ന് ചോറ് വയ്ക്കുന്നു, ഞാനിവിടെ കറി വെക്കുന്നു. പിന്നെ മീൻകറി സാമ്പാറൊക്കെ ഇരിപ്പുണ്ട്. അതിൽ പിള്ളേരൊന്നും മീൻ കഴിക്കുന്ന പിള്ളേരല്ല, അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ ചിക്കൻ കറിയും കൂടെ അങ്ങ് വെച്ചേക്കാം. കാരണം ഞങ്ങൾ വന്നിട്ട് വെക്കാൻ നടക്കത്തില്ല. അപ്പോൾ ഇവിടെ തണുപ്പായിട്ട് കടകളെല്ലാം പെട്ടെന്ന് അടയ്ക്കും. ആൾക്കാർ പുറത്തൊന്നും തുടങ്ങത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പരിപാടി നിർത്തും. അരി വേഗം, പക്ഷേ കുറേ സമയം എടുക്കുമല്ലേ. അങ്ങനെ ആളും അനക്കും എല്ലാവരും. ഇപ്പം ഉള്ളതുകൊണ്ടൊക്കെ എല്ലാവരും കൂടെ ആളും അനക്കുമോ. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ചു പോയി കഴിയുമ്പോൾ പിന്നെ ആരുമില്ല. ചാച്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതെനിക്ക് കുഞ്ഞാവ് വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാവേ. കിടു, എവിടെ പോവാ? നമ്മളെവിടെ പോവാ കിടു? കൊടൈക്കനാലോ? ഇവിടെ എന്തുവാടാ നിനക്ക്? സിനിമയ്ക്കോ? അല്ല, ഞാൻ പറ എന്തിനാ? പൂപ്പൊലി കണ്ടിട്ട് ഉത്സവത്തിന്. എന്നാ ആരൊക്കെ വരുന്നുണ്ട്? ആരാ ഇന്ന് വരുന്നേ? കുട്ടനോ? കുട്ടൻ വരുമോ? ഇല്ല. ചേച്ചിയോ? ഇല്ല. അപ്പയോ? ഇല്ല, അപ്പൊ വരുന്നില്ല. അപ്പൊ വരണോ? ഇതാണോ സെറ്റ് സാരി? നിന്റെ കണ്ണും കാണുന്നില്ല. ഒരു മന്നെ പറ്റി ലിപ്സ്റ്റിക്കായി ചുമ്മാ ലിപ്സ്റ്റിക്കായില്ല. ലിപ്സ്റ്റിക് ഒന്നും ആയിട്ടില്ല. എന്തിയാടാ അമ്മയുടെ ക്ലിപ്പാ? അമ്മക്ക് ക്ലിപ്പ് എടുത്ത് കൊടുക്കുക.
തപ്പി നോക്കടാ. തപ്പി കൊടുത്താൽ നമുക്കിപ്പോൾ ഇറങ്ങാം. ഞങ്ങൾ എപ്പോൾ ഇറങ്ങേണ്ട ആൾക്കാരാണെന്നറിയോ? ചാച്ചൻ വഴി ഞങ്ങളെ കാത്തു നിൽപ്പുണ്ട്. ചാച്ചൻ മിക്കവാറും ഇപ്പം മടുത്തിട്ട് ചാച്ചൻ പോവും. അവിടെ പോയിടാ. ഇതാണ് എൻ്റെ ചെരുപ്പ്. ചിമ്മ ഞങ്ങൾ പോയിട്ട് വരാം. നീ ഇവിടെ തന്നെ കാണുമോ? പടക്കം വല്ലതും പൊട്ടിയ പരിക്കകത്ത് കയറി ഇരുന്നോണോ? ഇവിടെ നിന്നാ പകലെടുത്താലേ എൻ്റെ ഭംഗിയുള്ളമ്മേ. പൈപ്പ് തുറന്നതല്ല, ആര് സംശയിക്കേണ്ട കിടുക. പറഞ്ഞു അവസാനം ഇരുട്ടായി. ഭയങ്കര തിരക്കും ബ്ലോക്കും കാരണം വണ്ടി ഇടാൻ സ്ഥലമില്ല. ഞങ്ങൾ കുറേ കിലോമീറ്ററുകളോളം, അത്രയൊന്നുമില്ല, പക്ഷെ കുറേ ദൂരം വന്നിട്ടാണ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത്. എന്താ നല്ല തിരക്കാണ്. എൻ്റെ ചട്ടിക്കട. ഹലോ, ഞാനൊരു ഫോളോവറാണ്. സന്തോഷമാണ്. ഇവിടെയാ ആണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ഒറ്റയടിപ്പിച്ചതാണ് ആദ്യത്തെ അവക്കാഡോ. ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ ഓർമ്മയ്ക്കായിട്ട് കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ. ക്യാരറ്റ് അല്ല, ബീട്രൂട്ട്, കെയില്, വയലറ്റ് ക്യാബേജ്, അല്ലാത്ത ക്യാബേജ്, പാലക്ക് പാലക്ക്. അത്ര തണുപ്പൊന്നും ഇല്ലടി. ചില്ലറ ഉണ്ടെങ്കിൽ എടുക്കട്ടെ, ആവശ്യമുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വിട്ടു ഓടിക്കുന്നത് നിങ്ങൾ രണ്ടാള് യൂണിഫോം ആണല്ലോ. അതേ സീറ്റില്ല, ഒഴിവില്ല. ഇനി അടങ്ങി നിന്നോ, അതിലൊന്നും ഒഴിവില്ല. കിടുന്റെ ഗേൾസ് പേര് വായിക്കണ കിട്ടിയ സമയം കൊണ്ട്. ഞൊളക്കല്ലേ എടാ പേര്. നമ്മുടെ കണ്ണൂരമ്മൂൺ ടീമും എത്തിയിട്ടുണ്ട്. കുഞ്ഞാവ് അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് എൻട്രൻസിൻ്റെ അവിടോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വരുന്നതായിരിക്കും. നമ്മുടെ കൊച്ചിപ്പോൾ വരും. ഓട്ടം തന്നെ ഓട്ടമാ. എവരിതേ പിടിച്ചോണ്ട് വരും, അവൻ പിന്നെ ഓടും. അല്ല, ഒരാളും കൂടി ഉണ്ട്. അവനെവിടെ? പോയി. അങ്ങനെ പെങ്ങളെ കിട്ടിയ ശ്രീധന തുക തരുവോ? എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഐസ്ക്രീം നീ എനിക്ക് മേടിച്ചു തരണം. കുഞ്ഞാ മേടിച്ചെന്നാ. ബാക്കി വിശേഷം നമ്മൾ കാണിക്കാട്ടോ. പിന്നെ വീട്ടിൽ ചെന്ന് നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. ഇപ്പൊ ഒന്ന് കാണിവൾ കാരണം 1 മണിക്കൂർ ഞങ്ങൾ പോസ്റ്റ്. എന്ത് ചെയ്യാനാ? കണ്ണൂർ എത്തുന്നുണ്ട്. കണ്ണൂർ അങ്ങ് ദൂരല്ലേ. ഹലോ, ഹായ്. ആയിക്കോട്ടെ. അയ്യോ, എന്തോ ഇല്ല.